SSLC physics answer key. First question answer optic center, second one 90 degree ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. തേർഡ് വൺ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി ബേസ്ഡ് ഓൺ മോട്ടർ പ്രിൻസിപ്പിൾ. ഫോർത്ത് വൺ +1 ഓൾവേസ് +1 പ്ലെയിൻ മിറർ. ഫിഫ്ത്ത് വൺ തമ്പ് ഇൻഡിക്കേറ്റ്സ് കറണ്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ട്. ദെൻ ഫിഫ്ത്ത് വൺ nowadays LED ഹൗ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി ഇൻ ഡിസ്ചാർജ് ലാമ്പ്, അത് വിശദീകരിച്ച് എഴുതാനുണ്ട്. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് LED ഓവർ discharge lamp? No filament, no loss of energy in the form of heat. Then what is transmission? Transmission loss എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു P=VI എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്കതിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇവിടെ അടുത്തത് 52 ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. that does not undergo refraction. റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല ബിക്കോസ് അത് വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ഡിഗ്രിയാണ്. 48.6 ഡിഗ്രീനേക്കാളും കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുക, അതുകൊണ്ട് അവിടെ റിഫ്രാക്ഷൻ നടക്കില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, റിഫ്രാക്ഷൻ നടക്കാനൊരു മെത്തേഡ് പറയാൻ. ഇറ്റ് ഈസ് ദ ഇൻസിഡൻറ്റ് ആംഗിൾ ഈസ് ടേക്കൺ ആസ് ലെസ് ദാൻ 48 ഡിഗ്രി, 48.6 ഡിഗ്രി എടുക്കട്ടെ. ഓക്കെ, സോറി. What is the relation between power and lens? F is equal to 1/P. ഇനി കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. P is equal to 1/F ചെയ്തപ്പോൾ നമുക്ക് 200 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ -200 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ -2 മീറ്റർ. ദ ഗവൺമെൻറ് എന്തിനാണ് സോളാർ എനർജിയൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ദ ഡിപ്പെൻസ് ഓൺ ഫോസിൽ ഫ്യൂൽ. അങ്ങനെ നമുക്ക് പിന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് മിനിമൈസ് ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹീറ്റിംഗ് കോയിൽ? ഹൈ റെസിസ്റ്റൻസ്, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം. ദെൻ H ഈസ് ഈക്വൽ ടു V²T/R ചെയ്തപ്പോൾ നമുക്ക് 1,38,000 ജൂളാണ് കിട്ടിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പിക്ചർ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ. വൈ ഡസ് ദ ബൾബ് ഗ്ലോ? ബിക്കോസ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. വെൻ എ സോഫ്റ്റ് അയൺ കോർ ഇസ് പ്ലേസ്ഡ്, ഒരു സോഫ്റ്റ് അയൺ കോർ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൾബിൻ്റെ ഇൻറ്റൻസിറ്റി ബ്രൈറ്റ്നസ് ഇൻക്രീസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ഫിഗറാണ്. ഇവിടെ നോർത്ത് പോളും സൗത്ത് പോളും കണ്ടുപിടിക്കാനാണ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആകുമ്പോൾ നോർത്ത് പോളാണ്, മറ്റേ ഭാഗം സൗത്ത് പോൾ എഴുതാം. ദെൻ കോപ്പി ചെയ്ത ഡയഗ്രാം കോപ്പി ചെയ്തിട്ട് വരച്ചിട്ട് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിക്ചറിൽ ഏതാണ് ഇവിടെ പിന്നെ ലോങ് സൈറ്റ് ഇമേജ് റിഗാർഡിംഗ് ദ ഇമേജ് ഫോർമേഷൻ ഓഫ് ദ ഐ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ഓഫ് ലോങ് സൈറ്റഡ്നെസ്. ഫിഗർ 2 ആണ്. ഹൗ ക്യാൻ ബി ഡിഫക്റ്റ്? ഇതിനെ ഡിഫക്റ്റിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? യൂസിങ് സ്യൂട്ടബിൾ പവർ ഓഫ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. ഫ്യൂൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് റിലീസ് പ്ലെൻറ്റി ഓഫ് എനർജി, ഹീറ്റ് എനർജി ഓൺ ബേണിംഗ്. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് പാർഷ്യൽ കമ്പഷൻ? കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെ ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വാട്ട് ആർ ദ റൈറ്റ് ദ കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ദ കംപ്ലീറ്റ് കമ്പഷൻ? കറക്റ്റായിട്ട് നമുക്ക് ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നല്ലൊരു കമ്പഷൻ നടക്കുള്ളൂ. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫേവറബിൾ? ഓക്കെ, ദെൻ അനലൈസ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം നന്നായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ്. പിന്നെ ദെൻ സെക്കൻഡ്, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ആദ്യം റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ചെയ്തപ്പോൾ നമുക്ക് 50 കിട്ടി, പിന്നെ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 115 ohm ആണ്. ദെൻ 100 ohm റെസിസ്റ്റർ ഈസ് ഇൻ ദ സർക്യൂട്ട് ഈസ് റിമൂവ്ഡ്. ദെൻ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 165 ohm വരും. അപ്പോൾ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ഫിഗറാണ്. ഫിഗറിൽ എക്സ് സ്ലിപ്പ് റിങ്സ് ആണ്, വൈ ബ്രഷസ് ആണ്. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട്, ഇതൊരു AC ജനറേറ്റർ ആയതുകൊണ്ട് AC കറണ്ടാണ്, ആൾട്ടർനേറ്റ് കറണ്ടാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഡയഗ്രാമാണിത്. ഇവിടെ ഉപയോഗിക്കുന്ന ലോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ആ റോ നമ്മൾ ടെക്സ്റ്റിൽ കറക്റ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് റൈറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് 15 mm ആണ്. +15 mm തന്നെ എഴുതണം. ന്യൂ കാർട്ടേഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരമാണ്. അതേപോലെ ഹൈറ്റും അതിൻ്റെ ഡിസ്റ്റൻസ് എഴുതാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു -40 mm ആണ്. ദെൻ കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ്. M ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് HI/H0 ചെയ്താൽ മതി. ഞാൻ മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു നമുക്ക് +5 ആണ് കിട്ടിയിട്ടുള്ളത്.
ദെൻ ഫൈൻഡ് ഔട്ട് ദ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ -v/u എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് v = 200 mm കിട്ടിയിട്ടുണ്ട്. v = 200 mm. ദെൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് f uv/u+v ചെയ്തപ്പോൾ നമുക്ക് -50 mm കിട്ടിയിട്ടുണ്ട്. -50 mm. ഓക്കെ, കഴിഞ്ഞു. If you like this video, please like, share and subscribe. Thank you.